ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ തുർക്കി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഹോട്ടലിലൊക്കെ കയറി ഫ്രഷ് ആയിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. സമയം ഏകദേശം 2:30 മണിയോളമായി. 9 മണിക്കാണ് സബീഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ലാൻഡ് ചെയ്തത്. അതിനുശേഷം അവിടുന്ന് ഏകദേശം 1 അവർ എടുത്തു ഞാൻ ഈ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് വരെ കുളിച്ച് ഫ്രഷായി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം, എന്തെങ്കിലും കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നല്ല ചൂട്, ഏകദേശം 25-28 ഡിഗ്രി ചൂടുണ്ട്. അപ്പം ഞാൻ താമസിക്കുന്ന ഒരു ഏരിയ ആണിത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലും അതുപോലെ തന്നെ ഇപ്പോൾ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ന്യൂപോർട്ട് ഡീലക്സ് ഹോട്ടൽ. ഇസ്താംബുൾ നഗരത്തിൻ്റെ സന്ദർശനത്തിൽ 2 ദിവസത്തോളം ഞാൻ ഈ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇസ്താംബുൾ നഗരത്തിലെ ഫാത്തിയ ഡിസ്ട്രിക്റ്റിലെ ഷംബർലാത്താഷ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇതിനടുത്ത് തന്നെയാണ് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആയ ഹാഗിയ സോഫിയ, ബ്ലൂ മോസ്ക്, സുൽത്താൻ അഹമ്മദ് മോസ്ക്, ടോപ്കാപ്പി പാലസ്, ഗ്രാൻഡ് ബസാർ, ഗ്രാൻഡ് മോസ്ക് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 600 മീറ്റർ മുതൽ 800 മീറ്റർ വരെ വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു മടങ്ങാവുന്നതാണ്. ഞാൻ ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തത് booking.com വഴിയാണ്. ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. അപ്പം ഏകദേശം $45 പെർ ഡേ നമ്മൾ ഇതിന് പേ ചെയ്യുന്നത്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്താംബുൾ എയർപോർട്ടിനടുത്ത് നമ്മൾ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽസൊക്കെ ഏകദേശം 35 ദിനാർ മുതൽ, ബഹ്റൈൻ ദിനാർ 35 മുതൽ ഏകദേശം 50 ദിനാർ വരെയൊക്കെ ചാർജ് വരുന്നുണ്ട്. ഇത് നമുക്ക് $45 ലഭിച്ചു. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഹോട്ടലിൽ വന്നിട്ടാണ് ഈ ഒരു റൂം ബുക്ക് ചെയ്യുവാണെങ്കിൽ $55 അവർ ചോദിച്ചത്. ഞാൻ അതിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ അവരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്കാണ് ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തത്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുവാണെങ്കിൽ, അത് സോളോ ട്രിപ്പ് ആണെങ്കിലും ഫാമിലി ട്രിപ്പ് ആണെങ്കിലും ബഡ്ജറ്ററി പ്ലാനിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണം. നമുക്ക് ഒരുപാട് സൈറ്റുകൾ വഴി നമുക്ക് ഈ കുറഞ്ഞ ബഡ്ജറ്റിൽ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ട്രിവാഗോ, എയർബിഎൻബി, അതുപോലെ തന്നെ booking.com വഴിയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കുറഞ്ഞ ചിലവിൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ താമസിക്കുന്ന ഹോട്ടലിനെ പരിചയപ്പെടുത്താനും അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് നേരെ ഷംബർലാത്താഷ് സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനടുത്ത് തന്നെയാണ് ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഡിജിറ്റൽ മെനുകളുണ്ട്. ആ മെനുവിൽ നോക്കി നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ വില വിവരമൊക്കെ കൺഫേം ആക്കിയിട്ട് ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പം ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ചിപ്പോൾ ഹോട്ടലിലേക്ക് പോകും. ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ, ഈ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രീതികളും അവിടുത്തെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് തരുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സോളോ ട്രിപ്പ് ആയതുകൊണ്ട് ഒരു ബഡ്ജറ്ററി പ്ലാനിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. അത് ഏകദേശം നമുക്കൊരു 35 ബഹ്റൈൻ ദിനാർ മുതൽ 50 ബഹ്റൈൻ ദിനാറിനകത്ത് തന്നെ ഒരു ബഡ്ജറ്ററി പ്ലാനിൽ നമുക്ക് ഫാമിലി റൂംസും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇതൊരു സിംഗിൾ റൂമാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭക്ഷണമൊക്കെയാണ് നിങ്ങളെ, ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. രാവിലെ നമുക്ക് ബ്രെഡും അതുപോലെ തന്നെ ബണ്ണും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് തരുന്നത്. അതുപോലെ അതിന് പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗും അതുപോലെ തന്നെ ബോയിൽഡ് എഗ്ഗും മറ്റ് എന്തൊക്കെ തുർക്കിഷ് ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രഷ് ജ്യൂസും ഫ്രഷ് ഫ്രൂട്ട്സൊക്കെയാണ് നമുക്ക് രാവിലെ കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് തന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു $45 നമ്മൾ പേ ചെയ്യുന്നത്. എന്തായാലും ഇവിടെ ഒരു ഫുഡിൻ്റെ ഒരു എക്സ്പെൻസ് വളരെ വലുതാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ നമ്മൾ ഏകദേശം ഒരു 2 ദിനാർ 3 ദിനാറോളം നമ്മൾ പേ ചെയ്യേണ്ടതായതുകൊണ്ട് ഒരു ലഞ്ച് കഴിക്കണമെങ്കിൽ തന്നെ ഏകദേശം പിന്നെ 8 ബീഡി 10 ബീഡിയൊക്കെ ഒരു ലഞ്ചിന് അല്ലെങ്കിൽ ഒരു ഡിന്നറിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായതുകൊണ്ട് ഫുഡ് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഹോട്ടലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡിഷസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റൂംസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം.
ഞാൻ താമസിച്ചത് ഈ ഒരു ഹോട്ടലിൻ്റെ സെക്കൻഡ് ഫ്ലോറിലെ 204-ാമത്തെ റൂമിലാണ്. ഒരു ബഡ്ജറ്ററി റൂം ആയതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ മാത്രമേ ആ റൂമിനുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ കൂടി ഒരു ഡബിൾ ബെഡും കബോർഡും ടിവിയും പിന്നെ അതുപോലെ തന്നെ ചെറിയ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതൊരു രാജ്യത്തിലേക്കും സന്ദർശിക്കുന്നതിന് മുൻപ് ആ രാജ്യത്തിൻ്റെ ഹോട്ടൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഈ booking.com വഴിയോ അല്ലെങ്കിൽ Airbnb വഴിയോ ട്രിവാഗോ വഴിയൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു നമുക്കൊരു സ്റ്റഡി ചെയ്യേണ്ടതായുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കൊരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്തരത്തിലുള്ള റൂമും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 4 സ്റ്റാറോ 5 സ്റ്റാറോ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. അതും ഏകദേശം booking.com വഴിയൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു $60 മുതൽ നമുക്ക് നല്ല റൂംസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ടർക്കി വിശേഷങ്ങളുടെ 5-ാമത്തെ എപ്പിസോഡാണ്. വീണ്ടും മനോഹരമായ എപ്പിസോഡുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.